ഡാഡി? ടിറ്റോക്കിൾ വന്ന് എന്നെ കണ്ട നിവിൻ പോളിയെ പോലുണ്ട്. അത് ശരിയാണോ ഡാഡി? ഓ, ഈ അളിയനെ കൊണ്ട് തോറ്റു. അവനാണെങ്കിൽ മോഹൻലാൽ ആണെന്നും പറഞ്ഞ് നടക്കുക. ഇനി എന്റെ മോനെ കൂടി അവൻ സിനിമാ ഭ്രാന്തനാക്കും. എടി അച്ഛോ, എടി അച്ഛാമേ, മന്ത്രിക്കൊട്ടം മറന്നുണ്ടേ നീ നമ്മുടെ മോന്റെ വേഷം കണ്ടോ? നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, എന്റെ മോനെ കൂടി സിനിമാ ഭ്രാന്തനാക്കും. അവന്റെ വേഷത്തിന് ഒരു കുഴപ്പമില്ല. മോൻ പോയി കളിച്ചോ. അതൊക്കെ പോട്ടെ. നീ അകത്ത് എന്തെടുക്കുമായിരുന്നു ഇത്ര നേരം? ഞാൻ ആ സീരിയൽ കാണുമായിരുന്നു. നീ ചന്ദനമഴ. ഓ, ഇവളുടെ ഒടുക്കത്തെ ഒരു സീരിയൽ. അച്ഛൻ പതുക്കെ പറ. എന്റെ അപ്പച്ചനും അമ്മച്ചും ടിവിയിൽ സീരിയൽ കണ്ടോണ്ടിരിക്കുക. നിന്റെ ഭ്രാന്തപ്പ അവർക്കും ഉണ്ട്. സണിച്ചായ ഓടി വന്നേ. എന്നതാ അച്ചു? ഞാൻ ഇന്നലെ പള്ളി വെച്ചെടുത്ത ഫോട്ടോയ്ക്ക് 150 ലൈക്ക്. അയ്യോ, എത്ര പേര് ലൈക്ക് ഇട്ടിരിക്കുന്നത്. അങ്ങ് ദുബായിൽ നിന്നും ലണ്ടനിൽ നിന്നും കുറുപ്പന്തറയിൽ നിന്നും ഉഗാണ്ടയിലുള്ളവർ വരെ ലൈക്ക് ഇട്ടിരിക്കുന്നു. അച്ചായൻ ഇത് വല്ലതും അറിയോ? ഞാൻ ഇത്ര സുന്ദരിയാണോ അച്ചായ? ആണോന്നോ? നിന്റെ ഒടുക്കത്തെ ഒരു ഫേസ്ബുക്ക് എപ്പ നോക്കിയാലും ഇതിന്റെ മുമ്പിൽ തന്നെ. അല്ല, എനിക്ക് മനസ്സിലായില്ല, എന്താ ഈ ലൈക്ക്? അയ്യേ, ലൈക്ക് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല അച്ചായ? ഇല്ല. ഓ, ചുമ്മാ. എന്താണ് ഈ ലൈക്ക്? സത്യമായിട്ട് എനിക്കറിയത്തില്ല. ഓ, പിന്നെ അച്ചായൻ അറിയാം. ഇല്ല അച്ചാമേ, എന്നതാ ഈ ലൈക്ക്? ഈ ലൈക്ക് എന്ന് പറഞ്ഞ പിന്നെ അത് നിർത്ത്. നീ എന്നെ മലയാളത്തിന്റെ അക്ഷരങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ആ ഈ ഊ എന്നൊക്കെ പറയാം. ഇതേ ഏഷ്യാനെറ്റ് സീരിയലൊന്നുമല്ല. വേഗം പറഞ്ഞു തുടങ്ങി, എനിക്ക് വേറെ പണിയുണ്ട്. എന്താണ് ഈ ലൈക്ക്? ലൈക്ക് എന്ന് പറഞ്ഞ ഇഷ്ടം. കഷ്ടം. എന്റെ കൈരളി ദൈവങ്ങളെ, നിന്നോട് 150 പേർക്ക് ഇഷ്ടം. 150 പേര് നിന്റെ പിന്നാലെയോ? എന്റെ കർത്താവേ. അച്ഛന്റെ ഫോട്ടോ ഒന്ന് ഇട്ട് നോക്കിക്കോ. കൂടി പോയ കൈരളി പ്രസിഡന്റ് റഹ്മാനിക്കോ ആ ജോയ് കൂടാരിയോ അല്ലാതെ ആരെങ്കിലും ഒരു ലൈക്ക് തരുമോ? അതിനൊക്കെ എന്നെ പോലെ കുറച്ച് ഗ്ലാമർ വേണം. കർത്താവേ, ഇവള് കൈവിട്ടു പോയെന്നാ തോന്നുന്നേ. അച്ഛൻ വേറെ ഒരു കൺട്രിയാ. നാടോടുമ്പോ നടുവേ ഓടണം. അതെ, ഈ ടെക്നോളജി എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാവോ അച്ഛയ? ബയോളജി എന്ന് കേട്ടിട്ടുണ്ട്. ഒന്ന് ഓടിയോളൂ. അല്ലെങ്കിൽ നിന്നെ കെട്ടിയ പിന്നെ എന്റെ ദോഷമെല്ലാം മാറിക്കിട്ടി. അപ്പൊ ദോഷമുണ്ടായിരുന്നെന്ന് മനസ്സിലായില്ലേ? ഉണ്ട്, ദോഷമുണ്ട്. എന്തോന്ന് ദോഷ? സന്തോഷം, അത് മാറിക്കിട്ടി. അയ്യടാ, വലിയൊരു തമാശക്കാരൻ വന്നിരിക്കുന്നു. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഫോമാ പ്രസിഡന്റ് ആകാൻ പോയിട്ട് 8 നിലം പൊട്ടിയെന്ന് കേട്ടല്ലോ. എന്തുമാത്രം കാശ ഇതിനായിട്ട് കൊണ്ട് കളഞ്ഞത്? തോറ്റുപോയി. ഇനി എനിക്ക് പേരും വേണ്ട, പ്രശസ്തിയും വേണ്ട. കഴിഞ്ഞ 6 മാസം കൊണ്ട് $1 മില്യൺ കൊണ്ട് കളഞ്ഞ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞത് കേട്ട് എന്റെ അമ്മയെ നഴ്സിംഗ് ഹോമിൽ കൊണ്ടാക്കിയതാണ് ഞാൻ ചെയ്ത തെറ്റ്. അന്ന് മുതൽ ഞാൻ ചെയ്തത് എല്ലാം നശിച്ചു പോയിട്ടേ ഉള്ളൂ. ഞാൻ ജോലിക്ക് പോയാൽ അമ്മച്ചിയെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഏതായാലും ഞാൻ അമ്മച്ചിയെ തിരിച്ചു വിളിച്ചുകൊണ്ടുവരാൻ പോവുക. നിന്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞാൽ നിന്റെ അമ്മച്ചിയും അപ്പച്ചനും പിന്നെ ആ തലതെറിച്ച നിന്റെ ആങ്ങളെയും ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടണം. എന്ത് അവൻ ഇപ്പോഴും അവൻ ആ വേലക്കാരന് പുറകെ നടപ്പാണോ? ആ പുറത്ത് സൈക്കിൾ ഔട്ടാ. അവനെ ഞാനിന്ന് ചേട്ടന്റെ അച്ഛൻ ചാക്കോമാഷ് വന്നത് പിന്നെ എപ്പോഴും എന്റെ പിറകില് നടക്കുന്നത്. ആ കടുവ മാഷ് നാട്ടിലെ എനിക്കൊരു സമാധാനം പോലും തന്നിട്ടില്ല. ഇപ്പോൾ ഇന്ന് അമേരിക്കയിലും ശല്യത്തിന് വന്നിരിക്കുന്നു. അയാളോട് പോകാൻ പറ. വേണ്ട, ഞാൻ തോമാച്ചിന്റെ പുറകിൽ ഇങ്ങനെ അനുവാദിച്ച് നടക്കുന്നത് കണ്ട അപ്പച്ചൻ എന്ത് കരുതും? സവാരിഗിരിഗിരി. ഈ കടുവയുടെ ഒരു കാര്യം ഒന്ന് മൂടായിട്ട് വന്നപ്പോഴാണ് കടുവയുടെ വരവ്. നീ ആ ഏഴുമല പൂഞ്ചോല ഒന്ന് പഠിക്കേ.
നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, 8 പൊട്ടും അറിയാത്ത എന്റെ ചെക്കന്റെ പിറകെ 7 മല പൂച്ചോടെ പാൽ കൊണ്ട് നടക്കരുതെന്ന്. പൊന്നമ്മച്ചി, നീ എന്നെ പൊന്ന കൂട്ടി ഒന്നും വിളിക്കണ്ട. എന്റെ കയ്യിലും കഴുത്തിലും കിടന്ന പൊന്ന് മൊത്തം വിറ്റ് തൊലച്ചില്ല നീ. അമ്മച്ചി ഇതൊന്നും മറന്നില്ലല്ലേ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നീയും ഈ വൃത്തികെട്ടവളും കൂടി ഈ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് അറമാദിക്കുന്നത് കണ്ടിട്ടേ നിന്റെ അപ്പച്ചൻ ചാക്കോ മാഷ് പോലീസിന് ഫോൺ ചെയ്തിരിക്കുക. എന്തിനാ പൊന്നമ്മച്ചി ആ കടുവ അങ്ങനെ ചെയ്തത്? ഇവിടെ പുലിക്കോടൻ SI ഒന്നുമില്ല. എന്തിനാണെന്നോ നിങ്ങൾ രണ്ടിനെ അറസ്റ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ പൊന്നമ്മച്ചി ഞാൻ ഇവളെ കെട്ടിയല്ല. അപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? എടാ ചിന്നുമോനെ, നിന്നെ ഞാൻ അയ്യോ ചാക്കോ മാഷ് വരുന്നു. എനിക്ക് പേടിയാ. എന്റെ മകൻ ടിന്റുമോൻ നാട്ടുകാർക്കെല്ലാം ആടുതോണം എന്നും മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കുന്നവൻ. വിശക്കുമ്പോ എന്തെങ്കിലും കഴിക്കണ്ടേ അപ്പച്ച? തീർന്നില്ല. എന്റെ കൈമടക്കിലിരിക്കുന്ന വീടിയെടുത്ത് വലിച്ചവനാണ് നീ. അപ്പന്റെ കുപ്പായത്തിന്റെ കൈവെട്ടിയ ചെറുത്താൻ വെറും 1.5 ചക്രത്തിന്റെ ഗുണ്ട. അല്ലാതെ നിനക്ക് എന്താണ് ഡിഗ്രി? നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഓട്ടക്കാരനാണ്. തിരിക്കട്ടെ. നീ എന്തിനാണോ മോനെ അപ്പന്റെ കുപ്പായത്തിന്റെ കൈ വെട്ടിയത്? ഫുൾ കൈയൊക്കെ പഴയ ഫാഷനാ. ഇപ്പൊ ഹാഫ് കൈയാ ഫാഷൻ. മനുഷ്യരായ കാലത്തിനൊത്ത് ജീവിക്കണം. നിർത്ത. മാതൃകാ അധ്യാപകനുള്ള നാഷണൽ അവാർഡ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാണ് ഞാൻ. ഇതറിഞ്ഞ ഒബാമ എന്നെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു. അന്ന് ഓവൽ ഓഫീസിൽ ഒബാമയുടെ കൂടെ ഇരുന്ന് കഞ്ഞി കുടിച്ചിട്ടുള്ളവനാണ് ഞാൻ. അന്ന് കഞ്ഞി കുടിച്ച പാത്രമാ ഇന്ന് ഈ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അത് എനിക്കറിയോ? എവിടെ? ഇത് വെറും പുളുവായിട്ടോ. അമേരിക്കയിൽ ഇതുവരെ ആരെങ്കിലും കഞ്ഞി കുടിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ എന്റെ പ്രശ്നം നീയാ. അപ്പന്റെ നെറ്റിയിൽ ചെകുത്താനെന്ന് എഴുതി സ്റ്റിക്കർ ഒട്ടിച്ചവൻ. നീ എന്തിനാണ് അപ്പന്റെ നെറ്റിയിൽ ചെറുത്താനെന്ന് എഴുതി സ്റ്റിക്കർ ഒട്ടിച്ചത്? പറയടാ, പറയാൻ. എന്റെ പൊന്നമ്മച്ചി, കടുവ എന്നെഴുതിയ സ്റ്റിക്കർ ആ കടയിൽ കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ടല്ലേ പൊന്നമ്മേ ജീവിച്ചിരിക്കുന്ന മകന് ഞാൻ 18-ാം വട്ടം തെങ്ങ് വച്ചത്. ഈ ബാൽറ്റിമോറിൽ ആരെങ്കിലും തെങ്ങ് വയ്ക്കുമോ? ഈ അപ്പന് ഭയങ്കര വട്ടാണ്. കേട്ടോ പോലീസിന് ശബ്ദം? ആടുതോമയെന്ന് പറഞ്ഞ് നടക്കുന്ന നെമ്മാടിയെ അറസ്റ്റ് ചെയ്യാൻ ബാൽറ്റിമോർ പോലീസ് പറന്ന് നടക്കുക. നെളിഞ്ഞിരുന്നോ ഇവിടെ? മോനെ, നീ ഇവിടെ നിൽക്കണ്ട. ബാൽറ്റിമോർ പോലീസിന്റെ കൈ കിട്ടിയ നിന്നെ വെച്ചേക്കത്തില്ല. ബാൽറ്റിമോർ പോലീസിന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ ഇവൻ ബെബ്ബെ പറയും, അല്ലെങ്കിൽ അവര് പറയിപ്പിക്കും. എടാ മോനെ, പോലീസ് എങ്ങോട്ടാ വരുന്നത്? നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോ. ഓടിപ്പോകാൻ. ഇല്ലമ്മേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നീയൊരു ധീരനാണെന്ന് എനിക്കറിയാം. മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കുന്നവനാണെന്നും എനിക്കറിയാം. പക്ഷേ പോലീസിന്റെ കണ്ണിപ്പെടാതെ ഓടിപ്പോ. അവരുടെ കൈ കിട്ടിയ അവർ നിന്റെ ചോര കുടിക്കും. പോടാ. ഇല്ല. എടാ പോകാൻ. പോവില്ല. അതെന്താ പോയാല്? ഞാൻ പോവില്ല അമ്മച്ചി. പോകമാട്ടെ. ഇല്ല. അപ്പൊ നീ പോകമാട്ടെ. പോവില്ല. ഇന്നേക്ക് ദുർഗാഷ്ടമി ഒന്നെ കൊന്ന് ചോര കുടിച്ച് അമ്മച്ചി. ഞാനിതെവിടെയാ? അയ്യോ, പോലീസുകാരി. നീ ആ ഗരാജിൽ കിടക്കുന്ന അളിയന്റെ ബെൻസുകാരന്റെ അടിയിൽ കയറി കിടക്ക്. ഇല്ല, ഞാൻ കാറിന്റെ അടിയിലൊന്നും കയറി കിടക്കില്ല. ഒന്ന് പോയി ഒളിക്കും മോനെ. ഇല്ല പൊന്നമ്മച്ചി, കാറിന്റെ അടിയിലൊന്നും കയറി കിടക്കാൻ എന്നെ കിട്ടത്തില്ല. ഓ, നിന്റെ ധീരതയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് ധീരതയൊന്നും അല്ല അമ്മ. ബെൻസുകാരന്റെ അടിയിൽ ഷ്യാമിന്റെ പൂച്ച പ്രസവിച്ച് കിടക്കുകയാണ്. ഒരു കാര്യം പറയാം, അതിന് ഉത്തരവാദി ഞാനല്ല. എടാ മോനെ ടിൻഡു, ഞാൻ ആ കാറിന്റെ അടിയിൽ കയറിയിട്ട് വേണം ആ തള്ളപ്പൂച്ചയും കുട്ടികളും കൂടി എന്നെ മാറ്റാൻ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്. നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോ. എടാ പോകാൻ. ഓളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്ത് മാത്തമാറ്റിക്സ്.
ഭൂമി ഒരു വട്ട പൂജ്യമാണ് ഈ തെമ്മാടിയെ പോലെ. ഈ തെമ്മാടി എവിടെ പോയി ഒളിച്ചാലും ഞാൻ പോലീസിന് പിടിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും പൊന്നമ്മേ. പൊന്നമ്മേ, വൈറ്റ് ഹൗസിൽ പോയി ഒബാമയുടെ കൂടെ ഇരുന്ന് അച്ചാറില്ലാതെ കഞ്ഞി കുടിച്ചവനാണ് ഞാൻ. ആ പാത്രം നമ്മുടെ ഷോക്കേസിൽ കഴുകി പിടിപ്പിച്ചു വെച്ചത് നീയല്ലേ? മറന്നോ എല്ലാം? സ്വന്തം മകനൊക്കെ വലുതാണോ ചാക്കോ മാഷിന്റെ കഞ്ഞിപ്പാത്രം? ഇവൻ ജീവിച്ചിരുന്ന എന്റെ മകനുടെ മനസ്സമ്മതം നടക്കത്തില്ല. ഒന്നുകിൽ ഇവൻ നാട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഞാനിവനെ പിടിച്ച് പോലീസിലേൽപ്പിക്കും. ഞാനറിഞ്ഞു എന്റെ പെങ്ങളുടെ മനസ്സമാധാനം നിങ്ങൾ ഉറപ്പിച്ചെന്ന്. മനസമാധാനമല്ലടാ, മനസ്സമ്മതം. നാട്ടിൽ വെച്ച് എന്റെ മോൾക്ക് വന്ന എല്ലാ ആലോചനകളും മാറിപ്പോയി. എല്ലാത്തിനും കാരണം ഇവനാണ്. ഒരു തെമ്മാടിയുടെ പെങ്ങളെ കെട്ടാൻ ആരും തയ്യാറില്ല. അതുകൊണ്ടാണ് പൊന്നമ്മേ അമേരിക്കയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്റെ പെങ്ങളുടെ മനസ്സമാധാനത്തിന് ഞാൻ വരണ്ടേ? പൊന്നമ്മ തന്നെ ഒന്ന് പറ, ഞാൻ വരണ്ടേ? പോത്തുപോലെ വളർന്നില്ലേടാ. മനസമാധാനമല്ല, മനസ്സമ്മതം. വളരെ വ്യക്തമായിട്ട് പറയണം. എന്റെ പൊന്നു മോനെ, നീ ഇവിടെ നിന്നാൽ എന്റെ മനസ്സമാധാനം പോവും. വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ആലോചനയാണ്. അന്നേ ദിവസം നീ വീട്ടിൽ വരരുത്. ഇതെന്റെ ഒരു അപേക്ഷയാണ്. പള്ളി വന്നാ മതി, അവിടെയാ മനസ്സമ്മതം. വീട്ടിൽ വന്നിട്ട് ആരെ കാണാനാ? ഇല്ല, ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നത് കൊണ്ട് എന്റെ പെങ്ങളുടെ മനസ്സമാധാനം നടക്കാതിരിക്കണ്ട. ആട് തോമായുടെ പെങ്ങളാണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ മനസ്സമാധാനം നടക്കത്തില്ല. നിർത്തട. 100 തവണ പറഞ്ഞു മനസ്സമാധാനമല്ല, മനസ്സമ്മതമാണ്. ഇനി തെറ്റിച്ചാൽ ചാക്കോ മാഷിന്റെ ചോക്കിന്റെ എരിവ് കൊള്ളും. ഒന്ന് നിർത്ത് മാഷേ. കുറെ നാളായി ഈ ചോക്കേറ് തുടങ്ങിയിട്ട്. ഇന്നലെ രാത്രി ഞാൻ സോഫയിൽ കിടന്ന് ഉറങ്ങുമ്പോ എന്നെ നിങ്ങൾ ചോക്കോണ്ട് എറിഞ്ഞില്ലേ? അമ്പമ്പമ്പ, അത് നീയായിരുന്നല്ലേ? നീയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ചോക്ക് ഞാൻ വെറുതെ വേസ്റ്റ് ആക്കില്ലായിരുന്നു. പിന്നെ മാഷ ആരാണെന്ന് കരുതിയാ എറിഞ്ഞത്? ചിക്കു അല്ല, ഈ നിൽക്കുന്ന തെമ്മാടിയാണെന്ന് ഓർത്തെറിഞ്ഞതാ. ഇവൻ നാട്ടിലുള്ള എന്റെ വീട് പോലീസ് സ്റ്റേഷനാക്കാൻ ശ്രമിച്ചു. ഏഴിമല പൂഞ്ചോല പാടി നടന്ന വേലക്കാരിയുടെ ഫോട്ടോ എന്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. പൊന്നമ്മേ, ഒരപ്പൻ മകനോട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അവനോട് ചെയ്തു കഴിഞ്ഞു. എനിക്കറിയാമോ, ഞായറാഴ്ച പള്ളിയിൽ കൊടും തണുപ്പത്ത് നടന്നു പോകുന്ന എന്നെ കണ്ടിട്ട് വണ്ടി നിർത്താതെ ഓടിച്ചു പോയവനാണ് നിന്റെ മകൻ. അമേരിക്കയിൽ റോഡിന്റെ നടുക്ക് വണ്ടി നിർത്തിയ ആളെ കയറ്റാനൊന്നും പറ്റത്തില്ല. ഭൂമിയുടെ സ്പന്ദനം കണ്ടുപിടിച്ച ആൾക്ക് ഇതൊന്നും അറിയത്തില്ലേ? എന്നാലും നിനക്കൊന്ന് സ്ലോ ചെയ്യായിരുന്നു. എടാ മോനെ, സത്യമാണോടാ ഞാൻ ഈ കേട്ടത്? സത്യമാണോന്ന്? എന്റെ കർത്താവേ, എന്തൊരു പരീക്ഷണമാണിത്! ഇങ്ങനെ നിങ്ങൾ അപ്പനും മകനും കൂടി 1, 2 പറഞ്ഞ് തമ്മിൽ തല്ലുണ്ടാക്കാതെ 3, 4 പറഞ്ഞ് വെട്ട കൊത്ത ഉണ്ടാക്കരുതോ? അയ്യോ, പോലീസ്! ആരും ഓടണ്ട. ഞാനാ പോലീസിനെ അറിയിച്ചത് ഈ തെമ്മാടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. നിങ്ങൾ എന്ത് ദുഷ്ടനാ! എന്തിനാ എങ്ങനെ ചെയ്തത്? നല്ല ഒരു മാതൃക അധ്യാപകനായതുകൊണ്ട്. നല്ല അധ്യാപകനാണെന്ന് പറഞ്ഞ് വൈറ്റ് ഹൗസിൽ പോയി ഒബാമയുടെ കൂടെ ഒപ്പം ഇരുന്ന് കണ്ടുപിടിച്ചിട്ടുള്ള അധ്യാപകനാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ കഞ്ഞിപ്പാത്രം ഇന്നിവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ആ, ഇനി പൂച്ചയൊന്നും ആദ്യാലും കുഴപ്പമില്ല. നീ ആ ഗരാജിലുള്ള ബെൻസലാന്റെ അടി പോയി ഒളിക്കടാ. എന്റെ അമ്മച്ചി, ഇനി അതേ ഉള്ളൂ ഒരു രക്ഷ. പൂച്ച മാതണെങ്കിൽ മാതട്ടെ. Hello, sir. I'm Brian Samaglia with the Baltimore County Police Department. Hello, officer. Come on in. I did my part. He's in the garage, hiding under the car. Go and ask my son, Adoma. Why? Why do I have to arrest Oditoma? You are not here to arrest my son, Adoma. No, I come here to arrest Chakamash. Why you have arrested me? Tell me the reason. I am Chakamash. I got award for best teacher. I drank kanji in White House with Obama. Sir, we got a complaint from the White House. They are missing a kanji bathroom. We noticed through our security video at the White House that you were taken. Wow, Because of what we saw on the footage,
You are under arrest. അയ്യോ, ചാക്കോ മാഷിനെ അറസ്റ്റ് ചെയ്യില്ലേ? അതെ, പോലീസുകാരാ. ഒന്നിങ്ങോട് തന്നെ കുറച്ച് ഡോളർ തരട്ടെ. Officer, I want to make one phone call. I want to call my student. One Mr. Hartwanisan. He is millionaire. He having big properties. Please check the number you have dialed. എന്താണെന്നറിയില്ല, അവൻ ഫോൺ എടുക്കുന്നില്ല. ആ, അല്ലെങ്കിലും ഏത് സ്റ്റുഡന്റാ നിങ്ങളെ ആവശ്യത്തിന് സഹായിച്ചിട്ടുള്ളത്? I want to arrest you right now. അയ്യോ മോനെ സണ്ണിക്കുട്ടിയെ, നമ്മുടെ അപ്പച്ചനെ പോലീസുകാർ കൊണ്ടുപോയതാ. ഓടി വാടാ, ഓടി വാടാ മക്കളെ, ഓടി വാടാ. അമ്മച്ചി, അമ്മച്ചി, എന്നതാ? എന്ത് പറ്റി? എടാ മോനെ, ചാക്കോ മാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയടാ. എന്തിനാ അപ്പച്ചനെ പോലീസ് കൊണ്ടുപോയത്? അതെ, അപ്പച്ചൻ കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൗസിൽ വെച്ച് കഞ്ഞി കുടിക്കാൻ കൊടുത്ത പാത്രം ഒരു തെളിവിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അതൊക്കെ പക്ഷെ ടിൻറ്റുവള്ളിനെ അറസ്റ്റ് ചെയ്യാനല്ലേ അപ്പച്ചൻ പോലീസിനെ വിളിച്ചത്? അതേടാ മോനെ, ചക്കിന് വെച്ചത് കൊക്കിന് ഉണ്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. ആ, ഇതിനെല്ലാം കാരണം നിന്റെ ആങ്ങള ഒറ്റ ഒരുത്തനാ. എത്രയും വേഗം അവനെ നാട്ടിൽ പറഞ്ഞു കൊടുക്കണം. അവൻ എന്ത് ചെയ്യും? അവൻ പോലീസ് വരുന്നത് കണ്ട് ഓടിപ്പോയതാ മോനെ. അവൻ എവിടെയുണ്ടെന്ന് ഒരാൾക്കറിയാം. ആ വേലക്കാരിക്ക് അവളെ ഞാൻ വിളിക്കാം. ചിക്കു, എടി ചിക്കു, ഇവിടെ വരാൻ. എവിടെടി അവൻ? എനിക്കറിയില്ല സാറേ. എനിക്കറിയില്ല സാറേ. നിനക്കറിയാം അവൻ എവിടെ ഉണ്ടെന്ന്. നിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നതേ കുട്ടികളെ നോക്കാനും അടുക്കളയിൽ സഹായിക്കാനുമാ. ഇങ്ങനെ പോയാ നിന്റെ കുട്ടികളെ ഞങ്ങൾ നോക്കേണ്ടി വരും. സണ്ണി സാറേ, ടിൻഡി ചേട്ടൻ പാവാ. അയ്യോ പാവം. നാളെ തന്നെ നിങ്ങൾ രണ്ടുപേരെയും നാട്ടിലേക്ക് പാക്ക് ചെയ്യും. അവൻ എവിടെ പോയി ഒളിച്ചാലും എത്ര വേഷം മാറി നടന്നാലും ഞാൻ അവനെ കണ്ടുപിടിക്കും. സണ്ണിക്കുട്ടനെ പറയുന്നത്. സാറേ, എന്നെ നാട്ടിൽ പറഞ്ഞു വിടരുത്. ശരി, നിന്നെ നാട്ടിൽ പറഞ്ഞു വിടുന്നില്ല. നീ ഒരു പാട്ട് പാടിക്കേ. നിന്റെ പാട്ട് കേട്ടാൽ അവൻ ഏത് മാളത്തിലിരുന്നാലും ഇറങ്ങി വരും. ആ, പാട് പാട്. അവനെ പിടിക്കാൻ വിടരുത്. നമ്മളെ വേണ്ടാത്ത ഈ നാടിനെ നമുക്കും വേണ്ട. നമുക്ക് തിരിച്ചു പോകാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക്. അളിയ, ഞങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു വിടാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? എടാ സണ്ണിക്കുട്ടി, അവ പോണടാ. അവനെ തിരിച്ചു വിളിക്കടാ മോനെ. ഞാൻ തിരിച്ചു വിളിക്കത്തില്ല. ഒരു ശല്യം തീർന്നു എന്നങ്ങ് വിചാരിച്ചാ മതി എല്ലാവരും. അതെ സണ്ണിച്ച, അപ്പച്ചൻ ഇറക്കി കൊണ്ടുവരുന്ന കാര്യമോ? ഓ, നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. മോനെ സണ്ണിച്ച,
നീ ചെന്ന് ചാക്കോ മാഷിനെ ഇറക്കിക്കൊണ്ടു വാടാ. ഒന്നുമില്ലെങ്കിലും പ്രായമായ മനുഷ്യനല്ലേടാ. നെവർ, ഒരിക്കലുമില്ല. ഞാൻ ഈ സമൂഹത്തിൽ നിലയും വിലയുള്ള ഡോക്ടറാണ്. എന്നെ കൊണ്ടാവില്ല പോലീസുകാരുടെ മുമ്പിൽ മുട്ടുകൊടുക്കാൻ. അച്ഛായ, നിങ്ങൾ വെറും ഒരു ഡോക്ടറല്ല. ഇപ്പോഴെങ്കിലും നീ എന്നെ അംഗീകരിച്ചല്ലോ. ഓ, ഒരു പൊങ്ങച്ചക്കാരൻ ഡോക്ടർ വന്നിരിക്കുന്നു. ഫോമോ പ്രസിഡന്റ് ആവാൻ പോയി തോറ്റപ്പോ നിങ്ങളുടെ നിലയും വിലയും എവിടെ പോയി മനുഷ്യ? ഞാനേ കൈരളി പ്രസിഡന്റ് റഹ്മാനിക്ക് വിളിച്ചു പറയാൻ പോവാ. അദ്ദേഹം ഇറക്കിക്കൊണ്ടുവരും എന്റെ അപ്പച്ചനെ. ആണ്ടേ, ദേ നിലമേലച്ഛൻ അപ്പച്ചനുമായിട്ട് വരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. വേണ്ട, സ്തുതിയൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സണ്ണിക്കുട്ടി, എല്ലാം ഞാൻ പുറത്തുനിന്ന് കേട്ടു. ഒരിക്കലും മനുഷ്യൻ ഇങ്ങനെയാവരുത്. പ്രായമായവർ എപ്പോഴും നമ്മുടെ മാതാപിതാക്കളാണ്. അവർ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ വേണം ക്ഷമിക്കാൻ. സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു ഡോക്ടറായ നീ ഒരിക്കലും ഇങ്ങനെ പെരുമാറുന്നത്. ചാക്കോ മാഷിനെ പോലീസ് കൊണ്ടുപോയ കാര്യം അച്ഛൻ എങ്ങനെയാ അറിഞ്ഞേ? ടിന്റുമോൻ എന്നെ വിളിച്ച് ഇവിടെ നടന്ന എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു. അപ്പച്ചന് വെറുതെ വിട്ട അപ്പച്ച. കേട്ടിട്ടുണ്ടാകും. മോഹൻ മാവുകൻ, മൈ സ്റ്റുഡന്റ്. പണ്ടെന്റെ ജോക്കേൻ അവൻ ഒരുപാട് കൊണ്ടിട്ടുള്ളതാ. അതെ, അവിടെ ഇരുന്ന പോലീസ് ഓഫീസർ ചാക്കോ മാഷിന്റെ പഴയ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ചാക്കോ മാഷിന് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞപ്പം അവർ ചാക്കോ മാഷിനെ വെറുതെ വിട്ടു. അച്ഛോ, ഈ ഇടയായിട്ട് ഒരു സമാധാനമില്ല. ഫോമ പ്രസിഡന്റ് ആകാൻ പോയിട്ട് കുറെ കാശ് നഷ്ടമായി. വീട്ടിലാണെങ്കിൽ എന്നും ഓരോരോ പ്രശ്നങ്ങൾ. സമാധാനപ്പെടുത്തണ്ണി, നീ മത്തായിയുടെ 28 കണ്ടിട്ടുണ്ടോ? മത്തായി 28 കാണാൻ എന്നെ വിളിച്ചില്ല അച്ഛോ. ഞാൻ ഉദ്ദേശിച്ചത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായമാണ്. അവിടെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നു. അതുപോലെ സണ്ണിക്കുട്ടി, ഈ കഷ്ടതയിൽ നിന്ന് ദൈവം എന്നെ കൈപിടിച്ചുയർത്തും. അച്ഛോ, ആദ്യം എന്റെ അമ്മയെ നേഴ്സിംഗ് ഹോമിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവരണം. എന്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം എനിക്ക് കഷ്ടകാലമാണ് അച്ഛോ. വിഷമിക്കേണ്ട സണ്ണിയെ, അച്ചാമ്മ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു സണ്ണിക്ക് അമ്മയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ അമ്മയെ കൂട്ടിയാണ് വന്നത്. എന്റെ കാർ കണ്ണാമ ഇരിപ്പോട്ട്, നീ പോയി വിളിച്ചോണ്ട് വാ. നിന്റെ കുഞ്ഞു കൈവിരലുകൾ പിടിച്ചു നടക്കാൻ പഠിപ്പിച്ച മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ അവരെ കൈപിടിച്ച് നടത്താൻ നാണം തോന്നല്ലേ? ഗമയോട് തലയുയർത്തി പിടിച്ചു നടക്കും. നിന്നെ ബഹുമാനിക്കുന്നവരല്ലാതെ പരിഹസിക്കുന്ന ഒരാളും ഉണ്ടാവില്ല. ഈ ക്രിസ്മസ് രാവ് പൂർണ്ണമാകണമെങ്കിൽ സണ്ണിമോനെ ഒരാളുകൂടി വരണം. നമ്മുടെ ടിന്റുമോൻ. എടാ സണ്ണിക്കുട്ടിയെ, ടിന്റുമോനില്ലാതെ നമുക്ക് എന്താ ആഘോഷം? ഇത് കഴിഞ്ഞ് അച്ഛൻ വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമല്ലോ. പക്ഷെ ഒരു കാര്യം, ഇവളുടെ അനിയത്തിയുടെ മനസ്സമ്മതം കഴിഞ്ഞ് ഇവനെ ഇവിടുന്ന് പറഞ്ഞ് നാട്ടി വിടണം. സണ്ണിക്കുട്ടിയെ, അത് ഞാൻ ഏറ്റു. എന്നാൽ അവനെ വിളിച്ചോ. എന്നെ ആരും വിളിക്കട്ടെ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ശരി അച്ഛാമ്മേ, ഒരു മിനിറ്റ്. എന്തുവാ അച്ചായ? എനിക്കൊരു കാര്യം കൂടി അറിയാനുണ്ട്. നീ നേരത്തെ പറഞ്ഞല്ല, നിന്നെ 180 പേരങ്ങ് ദുബായിൽ നിന്നും ലണ്ടനിൽ നിന്നും ബാൽറ്റിമോറിൽ നിന്നും
ബാംഗ്ലൂരിൽ നിന്നും കുറുപ്പന്തറയിൽ നിന്നും അങ്ങ് ഉഗാണ്ടയിൽ നിന്നൊക്കെ ലൈക്ക് ചെയ്തിരുന്നു. ഈ കയ്യിലിരിക്കുന്ന അനിലേട്ടനോ ജോസേട്ടനോ മോഹനേട്ടനോ സുഖുവേട്ടനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടോ? ഒന്ന് പോ അച്ചായ. ഇവരുടെ പ്രശ്നങ്ങൾ ഇവിടെ തീരുന്നില്ല. പുതിയ പുതിയ വിശേഷങ്ങളും വർത്തമാനങ്ങളുമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം.